എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, GNM ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ANM കോഴ്സുകളിലേക്കുള്ള തേർഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു. സോ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 22-ാം തീയതിയാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയവർ ടോക്കൺ ഫീസ് അടയ്ക്കണം. പിന്നെ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 23-ാം തീയതിയാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയവർ ടോക്കൺ ഫീ അടയ്ക്കണമെന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഇതുവരെ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കോളേജ് ഒന്നും അലോട്ട്മെൻറ്റ് കിട്ടാതെ തേർഡ് അലോട്ട്മെൻറ്റിൽ എന്താണ് ആദ്യമായിട്ടാണ് ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക? ടോക്കൺ ഫീസ് അടയ്ക്കുക. അല്ലാത്തവർ, അതായത് നേരത്തെ ടോക്കൺ ഫീസ് അടച്ചിട്ടുള്ളവർ വീണ്ടും എന്താണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. നേരത്തെ അലോട്ട്മെൻറ്റിൽ എന്താണ് കോളേജ് കിട്ടി അതിൽ ജോയിൻ ചെയ്തവർക്ക് എന്താണ് ഇപ്പോൾ മൂന്നാമത്തെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് പറഞ്ഞിരിക്കുന്ന തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് പുതിയതായിട്ട് കിട്ടിയ കോളേജിൽ എന്ത് ചെയ്യണം? ചെന്ന് ജോയിൻ ചെയ്യേണ്ടതാണ്. തേർഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് മുതൽ അങ്ങോട്ടുള്ള അലോട്ട്മെൻറ്റ്സ് എല്ലാം എന്താണ് വേക്കൻറ്റ് സീറ്റ്സ് ഫില്ല് ചെയ്യാനായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇനി വേക്കൻറ്റ് സീറ്റ്സ് ഫില്ല് ആവുന്നത് വരെ എന്തായിരിക്കും? അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. സോ നിങ്ങളെല്ലാവരും ലോഗിൻ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ ID, പാസ്വേഡ് ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്ന തീയതിക്കുള്ളിൽ എന്താണ് ടോക്കൺ ഫീ അടച്ച് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. പിന്നെ എന്താണ് സീറ്റ് വേക്കൻസിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി എന്താണ് അലോട്ടഡ് ലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജസിൽ എന്താണ് എത്ര കാൻഡിഡേറ്റ്സിനെ എടുത്തിട്ടുണ്ട്, എവിടെയൊക്കെയാണ് സീറ്റ് വേക്കൻസി വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഈ തേർഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കോളേജ് ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം അലോട്ടഡ് ലിസ്റ്റ് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് എന്താണ് ഇനിയും എത്ര വേക്കൻറ്റ് സീറ്റ്സാണ് ഉള്ളത്, നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി എത്ര വേക്കൻറ്റ് സീറ്റ്സാണ് ഉള്ളത് എന്നറിയാനായിട്ട് സാധിക്കും. അതിന് ആ വേക്കൻറ്റ് സീറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത അലോട്ട്മെൻറ്റ്, അതായത് നാലാമത്തെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കേണ്ടത്. ഇനി എന്താണ് ഈ അലോട്ട്മെൻറ്റിൻ്റെ കോളേജ് ജോയിനിങ് കഴിഞ്ഞ് വേക്കൻറ്റ് സീറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ എന്താണ് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അതനുസരിച്ച് എന്താണ് വേക്കൻറ്റ് സീറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. സോ ഇത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഓരോ അലോട്ട്മെൻറ്റിലും എന്താണ് പുതിയതായിട്ട് കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നേരത്തെ നൽകിയ ഓപ്ഷൻസ് ഒന്നും പരിഗണിക്കത്തില്ല. സോ എന്താണ് ഓരോ അലോട്ട്മെൻറ്റിലും എന്താണ് ആ അലോട്ട്മെൻറ്റിൽ മാത്രമേ ആ ഓപ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റൂ, ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് ആ ഓപ്ഷൻസ് ഡിലീറ്റ് ആവുകയും അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി പുതിയതായിട്ട് ഓപ്ഷൻസ് കൊടുക്കേണ്ടതായിട്ടാണ് വരുന്നത്. സോ എല്ലാവരും ആ കാര്യം ഓർത്ത് വെച്ചിരിക്കുക. എന്നിട്ട് എന്താണ് കറക്റ്റ് ടൈമിൽ അത് ചെയ്യുകയും വേണം. നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ എന്താണ് ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വേക്കൻറ്റ് സീറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുക. സോ സീറ്റ് വേക്കൻസി നോക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇതെന്താണ് നേരത്തെ ലിസ്റ്റാണ്, അലോട്ടഡ് ലിസ്റ്റാണ്. ആ ലിസ്റ്റ് കോളേജ് ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞ് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഇനി എത്ര വേക്കൻറ്റ് സീറ്റ്സാണ് ഉള്ളതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ വേക്കൻറ്റ് സീറ്റ്സ് നോക്കാനായിട്ട് നമുക്ക് ഏത് കോഴ്സാണോ വേണ്ടത് ആ കോഴ്സ് സെലക്ട് ചെയ്യുക. ആ കോഴ്സിൽ ഏത് കോളേജസാണ് വേണ്ടത് ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ലഭിക്കും. ആ ലിസ്റ്റിൽ നിന്നും കോളേജസ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എന്താണ് ഇന്ന കോളേജ് സെലക്ട് ചെയ്തതിന് ശേഷം എന്താണ് എത്ര കാൻഡിഡേറ്റിനെയാണ് എടുത്തിട്ടുള്ളത്, ഏത് റാങ്ക്, ഏത് ഇൻഡെക്സ് വരെ എടുത്തിട്ടുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും. അതിലെന്താണ് വെദർ അഡ്മിറ്റഡ് എന്ന് കാണാൻ സാധിക്കും. ഒരു കോളത്തിൽ വെദർ അഡ്മിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കോളം അതിലുണ്ടായിരിക്കും. സോ എന്താണ് ആ കോളത്തിൽ നോക്കുമ്പോൾ എന്താണ് ഗ്രീൻ കളർ ടിക്കും റെഡ് കളറിലെ ക്രോസ് മാർക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഗ്രീൻ കളർ ടിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ആ ഒരു കാൻഡിഡേറ്റ് ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് പച്ച കളർ ടിക്ക് മാർക്ക് അവിടെ കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ് ആ സീറ്റ് ഫില്ലാണ്. പിന്നെ റെഡ് കളർ ക്രോസ് മാർക്കിൻ്റെ കാര്യം, ദാറ്റ് മീൻസ് എന്താണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും ആ ഒരു കാൻഡിഡേറ്റ് എന്താണ് ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് എന്താണ് ആ ഒരു സീറ്റ് വേക്കൻ്റ് ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് വേക്കൻറ്റ് സീറ്റ്സും എന്താണ് ഫില്ലായിട്ടുള്ള സീറ്റും എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് തേർഡ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക? ഫസ്റ്റ് ടോക്കൺ ഫീസ് അടയ്ക്കുക. അത് കഴിഞ്ഞ് എന്താണ് ഡോക്യുമെൻറ്റ്സ്, അതായത് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്, എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകേണ്ടതെന്ന് കോളേജ് ജോയിനിങ് ടൈമിൽ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ കാണാത്തവർ അത് കണ്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ LBSന്റെ GNM ആൻഡ് ANM കോഴ്സിൻ്റെ എന്താണ് ഒഫീഷ്യൽ പ്രോസ്പെക്ടസ് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കോളേജ് ജോയിനിങ് ടൈമിൽ കൊണ്ടുപോകേണ്ടതെന്ന്. പിന്നെ നിങ്ങൾ എന്താണ് ടോക്കൺ ഫീ അടച്ചവരാണെങ്കിൽ എന്താണ് ആപ്ലിക്കേഷനിൽ നിന്നും അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുത്ത് കോളേജ് ജോയിനിങ് ടൈമിൽ അത് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ ഡോക്യുമെൻറ്റ്സ് ഒഫീഷ്യൽ പ്രോസ്പെക്ടസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫീസ് വല്ലതും കൊണ്ടുപോകണമെന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ വിളിച്ചൊന്ന് കൺഫേം ചെയ്യുക. ഈ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് അടുത്ത അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്താണ് കോളേജ് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.